പടം ആവറേജ് എന്നുള്ളൂ, അല്ലാണ്ട് എടുത്തു പറയത്തൊക്കെ വലിയ സംഭവങ്ങളൊന്നുമില്ല പടത്തിൽ. ഇമോഷണൽ സൈഡാണ് പടത്തിൽ കൂടുതലുള്ളത്, അല്ലാണ്ട് ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എടുത്തു പറയത്തൊക്കെ ഫൈറ്റ്സ് അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല. എടുത്തു പറയണമെന്ന് നമ്മളെ ഇഡലിക്കടയില്ലേ ധനുഷിൻ്റെ, അതിൻ്റെ ഒരു വേറൊരു വെർഷൻ, അതിനപ്പുറം ഇല്ല. പാസമാണ് കൂടുതലുള്ളത്. അച്ഛന് വേണ്ടി മകൻ വരുന്നു, അങ്ങനത്തെ പരിപാടികളൊക്കെ തന്നെയാണ് സെയിം. പിന്നെ ഇമോഷണൽ സൈഡ് ആണ് ഉള്ളത്. പിന്നെ പെർഫോമൻസ് വൈസൊക്കെ അടിപൊളിയായിരുന്നു. ധനുഷിൻ്റെ ആണെങ്കിൽ സുരാജ് ചേട്ടൻ്റെ പെർഫോമൻസ് കൊള്ളാം. പിന്നെ ജയറാമേട്ടൻ്റെ സീൻസ് ഉണ്ട്, പക്ഷേ പുള്ളി കുറവാണ്, സ്ക്രീൻ പേഴ്സൺസ് കുറവാണ്. പിന്നെ മമിത, അത് എനിക്കത് ആപ്റ്റായി തോന്നിയില്ല മമിത, കാരണം ആ ക്യാരക്ടറിനോട് ധനുഷിൻ്റെ വൈഫായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ക്യാരക്ടർ എനിക്ക് അത്ര ആപ്റ്റായി തോന്നിയില്ല. ഇമോഷണൽ സൈഡാണ്, അതും സ്ക്രീൻ സ്പേസ് കുറവാണ്, ഒരു കുറച്ച് സീൻസൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് വേറെ ഒരാളായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഫെയിമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും മമിതയെ കാസ്റ്റ് ചെയ്ത്. കാരണം എല്ലാ തമിഴ് സിനിമയിലും ഇപ്പം വിജയ് ആണെങ്കിൽ സൂര്യ ആണെങ്കിൽ എല്ലാ പടത്തിലും മമിത ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടി എടുത്തു കൊണ്ടുവന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്, അല്ലാണ്ട് എടുത്തു പറയത്തൊക്കെ ഇതൊന്നും തോന്നിയില്ല. ഇമോഷണലി ആയുള്ള പടമാണ്, അത്രേ ഉള്ളൂ. കംബാക്ക് എന്ന് പറയില്ല, അത് ഞാൻ പറയില്ല. ഇഡലിക്കടയിൽ വേറൊരു വെർഷൻ, ഇതിലൊരു ബാങ്ക് റോബറിയും അങ്ങനത്തെ അച്ഛന് വേണ്ടി മകൻ വരുന്നു, അങ്ങനെ ജനങ്ങൾക്ക് അവസാനം ജനങ്ങൾക്കും കൂടെ വേണ്ടി ചെയ്യുന്നു. മറ്റുള്ള അച്ഛന് വേണ്ടി സ്വന്തം ഫാമിലി ആണെങ്കിലും ഇത് ജനങ്ങൾക്ക് വേണ്ടിയും കൂടെ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ലല്ല, അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് വേറൊരു ജോണർ, അങ്ങനത്തെ ഒരു അത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യില്ല പുള്ളിയുടെ സൈഡിൽ നിന്നും. അതുപോലെ പടം അല്ല ഇത് വേറൊരു ഇമോഷണൽ സൈഡാണ് കൂടുതലുള്ളത്, ഫുൾ ഇമോഷണലാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ട് സീൻസൊക്കെ ഈ ഫൈറ്റും കാര്യങ്ങളൊക്കെ വരും. ഈ റോബറി സൈഡിലൊക്കെ കുറച്ചും കൂടെ ഉള്ളൂ, അത്രേ ഉള്ളൂ. പടം നന്നായിട്ടുണ്ടായിരുന്നു. വിഘ്നേഷ് രാജ പോർത്തുഗൽ ഡയറക്ടറാണ്. പുള്ളി ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ഇമോഷണൽ റൂട്ടഡ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പോലത്തെ ഒരു സിനിമകളൊക്കെ ആയിരിക്കുമെന്ന്. അതുപോലെ തന്നെയാണ് സിനിമയും വന്നിട്ടുള്ളത്. ആൻഡ് ധനുഷിൻ്റെ പെർഫോമൻസ് ആസ് ഓൾവേസ് നമ്മൾ കർണൻ സിനിമയിലൊക്കെ കണ്ട പോലെ ഒരു റൂറൽ ഏരിയയിൽ എങ്ങനെയാണോ അത്രയും മാസ് അപ്പീലായിട്ടാണ്. ഒരുപാട് മാസ് സീൻസും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ആ വരുന്ന സീൻസിലൊക്കെ ജി.വി. പ്രകാശിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എലവേറ്റ് ചെയ്ത് പുള്ളി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് പോർത്തുഗൽ ഡയറക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിഘ്നേഷ് രാജ പുള്ളി ഒരു ടാലൻറ്റഡ് ഡയറക്ടറാണ്. അടുത്ത് വൺ ഓഫ് ദി പ്രോമിനൻറ്റ് ഡയറക്ടറായിട്ട് കോളിവുഡ് ഇൻഡസ്ട്രിയിൽ വരാൻ കെൽപ്പുള്ള ഒരു ഡയറക്ടറും കൂടെയാണ്. ആൻഡ് ജയറാമേട്ടനായാലും സുരാജ് ചേട്ടനായാലും എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അവരുടെ പെർഫോമൻസ്. അവരുടെ ലാസ്റ്റ് സെക്കൻഡ് പാർട്ടിലൊക്കെ വരുമ്പം സെക്കൻഡ് ഹാഫിലൊക്കെ വരുമ്പോൾ 2-3 കോംബോ സീൻസൊക്കെ വരുന്നുണ്ട്. ആ ഒരു കോമഡിയും കാര്യങ്ങളും അവർ ഒരു മലയാള കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്, അതൊക്കെ നന്നായിട്ടുണ്ട്. ആൻഡ് മമിതയ്ക്ക് അധികം സീൻസൊന്നും ഇല്ല, പക്ഷെ കോംബോ സീൻസൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. 5-6 മിനിറ്റേ ഉള്ളൂ സീൻസ്. ഓവറോൾ ടോപ്പ് ഓഫ് ദി പെർഫോമൻസ് ആണ് എല്ലാവരും. ആൻഡ് ഡയറക്ടർ KS രവികുമാർ ധനുഷിൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നുണ്ട് ഇതിൽ. പുള്ളി വളരെ ഗംഭീരമായിട്ട് ഇമോഷണൽ അറ്റാച്ച് ചെയ്ത് ആ ഒരു അച്ഛൻ മകൻ കോംബോ, ആ ഒരു സെൻറ്റിമെൻറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ ഇടയിൽ ഈ അവരുടെ ഒരു തമിഴ് കറുപ്പ് സ്വാമി അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട്, അത് അവർ അങ്ങനെ എലവേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു എന്താ പറയുക, ഒരു ബാങ്ക് റോബറി സീനൊക്കെ ഉണ്ട്, അതൊക്കെ പക്കയായിട്ട് തന്നെ വിഘ്നേഷ് രാജ എടുത്തിട്ടുണ്ട്. വേറെ ലെവൽ സീനാണ്, മസ്റ്റായിട്ട് തിയേറ്ററിൽ കാണാം. സ്ലോ പേസിൽ കിടിലനായിട്ട് കണ്ടുപോകുന്നുള്ളൊരു കിടിലം പടം തന്നെയാണ് കര.